ഇവിടുത്തെ നാഷണൽ ആനിമൽ എന്ന് പറയുന്നത് യൂണിക്കോൺ ആണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദി ആനിമൽ എക്സിസ്റ്റ്, ഇറ്റ്സ് ബിക്കോസ് ദേ ബിലീവ്. ഹേ ഗായ്സ്, ഇന്ന് ഞാനൊരു യാത്രയിലാണ്. ഞാൻ ഇത്രയും നാൾ പോയിട്ടുള്ള രാജ്യങ്ങളിൽ എനിക്ക് വീണ്ടും വീണ്ടും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു രാജ്യത്തോടാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ രാജ്യം ചൂസ് ചെയ്യാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. ഞാൻ അവിടെ പോയപ്പോൾ അവിടെ കാണുന്ന വ്യൂസ്, ലൈക്ക് ഈവൻ അവിടുത്തെ ബിൽഡിങ്സ് ആയാലും അവിടുത്തെ ആർക്കിടെക്ചർ ആയാലും അവിടുത്തെ റോഡുകളായാലും അവിടുത്തെ മലകളായാലും എല്ലാത്തിനും ഒരു പ്രത്യേക, ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ഫേസിൽ നോക്കിയാലും ഒരു ട്രാവലറിൻ്റെ ഫേസിൽ നോക്കിയാലും ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള ഒരുപാട് ഹിസ്റ്ററീസ് ഉള്ളൊരു രാജ്യമാണ്. പക്ഷേ എനിക്ക് ഹിസ്റ്ററീസൊന്നും അത്ര വശമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ കുറേയൊക്കെ റിസർച്ചൊക്കെ ചെയ്ത് അതിനെപ്പറ്റി അറിയാനായിട്ട് ഞാൻ നോക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലൈക്ക് ഞാൻ പോകുമ്പം കാണുന്ന ഭംഗി, അപ്പോൾ ഉള്ള നാച്ചുറൽ ഭംഗിയോ അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാലും ഞാൻ ഇത്ര നാൾ സഞ്ചരിച്ച 8 രാജ്യങ്ങളിലും ഏറ്റവും വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാം, എനിക്ക് വീണ്ടും വീണ്ടും പോകണമെന്ന് ആഗ്രഹം തോന്നുന്ന രാജ്യമാണിത്. വേറൊന്നുമല്ല, സ്കോട്ട്ലൻഡാണിത്. ഞാനിപ്പോൾ ഉള്ളത് സ്കോട്ട്ലൻഡിലാണ്. ഇപ്പം ഇന്നത്തെ ഈ സ്കോട്ട്ലൻഡ് ട്രിപ്പിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും നാൾ പോയേക്കുന്ന ട്രിപ്പുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു റോഡ് ട്രിപ്പ്, ഒരു ഫേമസ് റോഡ് ട്രിപ്പ് റൂട്ടിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ അവിടെ എത്തിയിട്ടില്ല, ഞാൻ ഓൺ ദ വേ ആണ്. ഈ റോഡ് ട്രിപ്പിൻ്റെ പേര് NC500 എന്നാണ്, നോർത്ത് കോസ്റ്റ് 500 എന്നും പറയും. ഈ നോർത്ത് കോസ്റ്റ് 500 എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിലെ തന്നെ ടോപ്പിൽ ഹൈലൻഡ്സിൻ്റെയൊക്കെ കുറച്ചുകൂടെ മുകളിലായി ഹൈലൻഡ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു 500 മൈൽസ് റോഡ് ട്രിപ്പാണ്. ഇൻവേർനസ് എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻവേർനസിൽ വന്ന് അവസാനിക്കുന്ന ഒരു 500 എന്ന് പറഞ്ഞാൽ നിയർലി 800 കിലോമീറ്റേഴ്സ് വരും. അത്രയും ലോങ് ആയിട്ടുള്ള റൂട്ടാണ്. ബട്ട് സ്റ്റിൽ ഈ റോഡ് ട്രിപ്പിന് ഭയങ്കര സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നമ്മളപ്പം പോകുന്ന വഴിയിലുള്ള അവിടുത്തെ ബീച്ചസ്, അവിടുത്തെ വ്യൂസ് ആണെങ്കിലും, ഈ സ്കോട്ട്ലൻഡിലെ തന്നെ സ്കേറിയസ്റ്റ് റോഡെന്നറിയപ്പെടുന്ന, എനിക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പ്രോപ്പറായി അറിയത്തില്ല, ഞാൻ ഇനിയും വരുന്ന വീഡിയോസിൽ അത് പറയാം കറക്റ്റായിട്ട്. ഇവിടുത്തെ കാസിൽസ്, അതിനകത്തെ തന്നെ ഈ കാസിൽസിൽ ഭയങ്കര ഫെയറി ടെയിൽ ലുക്കൊക്കെ വരുന്ന ഡെൻറോബിൻ കാസിൽ ഈ NC500 ട്രിപ്പിനകത്ത് ഇൻക്ലൂഡഡാണ്. ഈ ട്രിപ്പിൽ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ്. അപ്പം മെയിൻലി ഇപ്പം ബാക്കി 2 പേര് കിടന്ന് ഉറക്കമാണ്. മെയിൻലി ഉള്ളത് ഞങ്ങളുടെ ഡ്രൈവർ ബ്രോയ് ആയ ടിൻസും, പിന്നെ എൻ്റെ സ്കൂൾ ഫ്രണ്ടായ AK, അല്ലെങ്കിൽ അനന്തകൃഷ്ണൻ എന്നാണ് അവൻ്റെ പേര്, ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് AK എന്നാണ്. വർക്ക് ചെയ്യുന്നത് ഇവിടെ സ്കോട്ട്ലൻഡിലാണ്. NC500 പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷനൊക്കെ AK നമുക്കൊന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഹായ് ഗൈസ്, ഇപ്പോൾ രാവിലെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ സ്കോട്ട്ലൻഡിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ജസ്റ്റ് അബൌട്ട് 3 years ആയി. ഞാനിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ബീൻ അമേസിങ്, വെരി ബ്യൂട്ടിഫുൾ, വെരി മിസ്റ്റിക്കൽ. നമ്മളിപ്പം സ്കോട്ട്ലൻഡിനെ കുറിച്ച് കൂടുതലും സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഗൂഗിളിലും എവിടെ ആണെങ്കിലും വായിക്കും, ഇഫ് യു വോണ്ട് റീഡ് ആർട്ടിക്കിൾസ്, ഇഫ് യു ഗൂഗിൾ എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ദെയർസ് എ കോമൺ ഡിസ്ക്രിപ്ഷൻ ദാറ്റ് യു കെൻ ഫൈൻഡ് അബൌട്ട് സ്കോട്ട്ലൻഡ്. മിസ്റ്റിക്കൽ എന്നാണ് എല്ലാവരും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കൈൻഡ് ഓഫ് മേക്സ് സെൻസ്. കാരണം എവറിത്തിങ് ജസ്റ്റ് സീംസ് ടു ബി അലൈവ്. മലകളാണേലും കാടുകളാണേലും കണ്ണാടി പോലത്തെ ലേക്സ് ഉണ്ട്. ഇവിടുത്തെ ലേക്സിനെ എന്താ വിളിക്കുന്നത്? ലോക്സ് എന്നാണ് ഇവിടെ ലേക്സിനെ വിളിക്കുന്നത്. സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ കോൾ സ്കോട്ട്ലൻഡ് ദ ലാൻഡ് ഓഫ് ഗ്ലെൻസ്, ബെൻസ്, ലോക്സ് ആൻഡ് ഇൻവേഴ്സ്. ഗ്ലെൻസ് എന്ന് പറയുമ്പോൾ ഗ്ലെൻ എന്ന് അവർ വിളിക്കുന്നത് വാലീസിനെയാണ്. അപ്പം ഗ്ലെൻകോ എന്ന് പറയുന്ന സ്ഥലം. പിന്നെ അല്ലാതെ ബെൻ നെവിസ് എന്ന് പറയത്തില്ല. അപ്പോൾ ബെൻ നെവിസ് എന്ന് പറയുമ്പം ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഇസ് മൗണ്ടൻ ബെൻ. അപ്പോൾ ഗ്ലെൻസ് ആർ വാലീസ്, ബെൻസ് ആർ മൗണ്ടൻസ്, ലോക്സ് ആർ ലേക്സ് ആൻഡ് ഇൻവേഴ്സ്. ഇപ്പോൾ നമ്മൾ NC500 സ്റ്റാർട്ടിങ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇൻവേർനസ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിൽ നിന്നാണ്. അപ്പം ഇൻവേർനസിൻ്റെ ഇൻവർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മൗത്ത് ഓഫ് ദ റിവർ എന്നാണ്. അപ്പം ഇറ്റ് ലിറ്ററലി ട്രാൻസ്ലേറ്റ്സ് ടു ഇൻവെർനസ് എന്ന് വെച്ചാൽ ദ മൗത്ത് ഓഫ് ദ റിവർ നെസ്. ഇപ്പോൾ NC500 ഏറ്റവും വലിയ പ്രത്യേകത എന്താ രാവിലെ നമ്മൾ തുടങ്ങുന്നതും ഈ ട്രിപ്പ് അവസാനിക്കുന്നതും ഫ്രം ദ സെയിം ടൗൺ അല്ലേ, ഫ്രം ദ ടൗൺ ഇൻവെർനസ്. അപ്പോൾ നമ്മൾ ഇൻവെർനസിൻ്റെ പേരിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ NC500 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ യു ഹാവ് മൗണ്ടൻസ്, ബീച്ചസ്,
വാലീസ്, ഫോറസ്റ്റ്, ഈ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു 3-4 വളവ് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മലയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ സഡൻലി ചേഞ്ച് ഇൻ ടു എ വാലി. ഒരു 20 minutes ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് കോസ്റ്റിൽ കൂടെ നല്ല ടർക്വൈസ് കളറുള്ള വാട്ടേഴ്സുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസ്. പിന്നെന്തൊക്കെയുള്ള കാസിൽസ്. എടുത്തു പറയാനാണെങ്കിൽ ഡൺറോബിൻ കാസിൽ അല്ലേ, ഡൺറോബിൻ കാസിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യു ഹാവ് ടു സീ ടു ബിലീവ് ഇറ്റ് എന്ന് പറയുന്ന ഫ്രേസ് പറയത്തില്ല. അതുപോലത്തെ സ്ഥലങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഏത് വീഡിയോ എടുത്ത് കാണുമ്പോഴോ സ്കോട്ട്ലൻഡ് ഇമേജസോ കാണുവാണെങ്കിൽ ലൈക്ക് ഐ ചൂസ് ടു റിഫ്യൂസ് ടു ബിലീവ് ദാറ്റ് സച്ച് പ്ലേസസ് എക്സിസ്റ്റ്. അപ്പം അത് കാണണം വിശ്വസിക്കണമെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സീസണിൽ ഇവിടെ വന്നാലും സ്കോട്ട്ലൻഡ് ഒരു പ്രത്യേക ഭംഗിയാണ്. അതിപ്പോൾ വിൻ്ററിൽ വന്നാലും ഈവൻ ഫുൾ സ്നോ വീണ് കിടക്കുന്ന വാലികളായാലും മൗണ്ടെയിൻസ് ആയാലും അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. ലൈക്ക് ഈവൻ ഗ്ലെൻഗോയ് എന്ന് പറയുന്ന ലൊക്കേഷനിൽ A82 ആ റോഡിൽ നിന്നൊരു ഡ്രോൺ ഷോട്ട് ഉണ്ട്. അത് എനിക്ക് സത്യം പറയാം എൻ്റെ ഒരു ഡ്രീമാണ് അവിടെ ചെന്നൊരു ഡ്രോൺ ഷോട്ട് എടുക്കണമെന്ന്. എന്തായാലും ഈ റോഡ് ട്രിപ്പിൽ നടക്കില്ല, ബട്ട് ഹോപ്പ്ഫുള്ളി ഞാൻ ഇനി എന്തായാലും സ്കോട്ട്ലൻഡ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ആ ഡ്രോൺ ഷോട്ട് എടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓട്ടം സീസണിലാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം ഇന്നത്തെ വെതർ കുറച്ച് മോശമാണ്, മഴയാണ്. ഇനിയും അപ്കമ്മിങ് വെതർ അങ്ങനെ ആയിരിക്കും എന്ന് അറിയത്തില്ല. പക്ഷേ എന്നാലും ഓട്ടത്തിൽ ഇപ്പോൾ റോഗി ഫോൾസ് എന്ന് പറയുന്ന ലൊക്കേഷൻ സ്പോട്ടുണ്ട് ഇവിടെ NC500 ആ സ്പോട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. കാരണം വെച്ചാൽ ആ ഓട്ടത്തിൽ മറ്റേ ആ ഫോളിൻ്റെ രണ്ട് ചുറ്റും ലൈക്ക് ഓറഞ്ച് കളറിൽ ഓറഞ്ചും മഞ്ഞയൊക്കെയുള്ള മരവും ലീവ്സും അതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ആ ഫോൾസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അതിൻ്റെയൊക്കെ കുറച്ച് പിക്സൊക്കെ ഇവൻ ഞങ്ങൾക്ക് നല്ല ഷോർട്സൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് പണ്ട് കിട്ടിയേക്കുന്ന സ്കോട്ട്ലൻഡിൽ ഇതുപോലെ തന്നെ ഞാനും ജെയിൻസും കൂടെ ഒരു 2022 ഇതുപോലെ റോഡ് ട്രിപ്പ് വന്നിരുന്നു. അന്ന് ഞങ്ങൾ ഐൽ ഓഫ് സ്കൈ വരെ ഞങ്ങൾ പോയുള്ളൂ, NC500 കയറിയില്ല. പക്ഷേ ആ ട്രിപ്പിലാണെങ്കിലും എനിക്ക് കിട്ടിയ മറ്റൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞങ്ങൾ അന്ന് ആ ട്രിപ്പ് ഒരു 1 night സ്റ്റേ ചെയ്ത ഒരു ക്യാമ്പിംഗ് സൈറ്റിലായിരുന്നു. ആ ക്യാമ്പിംഗ് സൈറ്റിൽ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 10 മണിയായി. കാരണം വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി പ്രീ പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് ആ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് എത്തിയപ്പോഴത്തും 10 മണിയായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൺ ദ വേ തപ്പി ബുക്ക് ചെയ്തു വന്നു. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് ആസ് യൂഷ്വൽ നമ്മുടെ പ്രായത്തിൽ ഞങ്ങൾ അവിടെ എത്തി കാണുമല്ലോ, രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ശീലമില്ലാത്തവരായതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് പാട്ടും ബഹളവും ഒച്ചയും ബഹളമൊക്കെ ആയപ്പം ആദ്യമേ ഞങ്ങളുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ക്യാമ്പ് ചെയ്തിട്ട് ആൾക്കാർ വന്നിട്ട് ഞങ്ങളോട് ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ അവരെന്ന് പറഞ്ഞു ഇതുപോലെ ഒരുപാട് സൗണ്ടും ബഹളമൊന്നും വെക്കരുത്, ലൈക്ക് ഞങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആകുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നാലും നമ്മൾ നിർത്തുമെന്ന് തോന്നിയില്ല. ഞങ്ങൾ നിർത്താതിരിഞ്ഞിട്ടല്ല, ലൈക്ക് ഞങ്ങൾ വന്ന് കയറിയേ ഉള്ളൂ. ഞങ്ങളെല്ലാം ഒന്ന് സാധനങ്ങൾ ലഗേജൊക്കെ എടുത്ത് പുറത്ത് വെച്ചെല്ലാം സെറ്റാകുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ തവണ അവർ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വന്ന് പറഞ്ഞ ആ ഒരു ഫ്രേസ് എന്ന് പറയുന്നത് ഇത് ലണ്ടൻ അല്ല, ഇത് സ്കോട്ട്ലൻഡാണ്, ഇവിടെ എല്ലാവരും നല്ല കാമാണ്. അതുമാത്രമല്ല വന്ന ആ ട്രിപ്പിൽ തന്നെ ലൈക്ക് അവിടുത്തെ മോട്ടോർ വേ വെച്ച് എന്നെ ലൈക്ക് പോലീസ് വന്നിട്ട് പുൾ ഓവർ ചെയ്തു. അപ്പോഴല്ല അവരുടെ ബിഹേവിയറൊക്കെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിട്ടായിരുന്നു. ഈ ഇംഗ്ലണ്ടിലെയും സ്കോട്ട്ലൻഡിലെയും വെച്ച് ജനറലൈസ് ചെയ്ത് പറയുമല്ല, ബട്ട് സ്റ്റിൽ എല്ലാവരും അങ്ങനെ ആണെന്നല്ല. പക്ഷേ സ്കോട്ട്ലൻഡിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര കാമും പൊളൈറ്റുമാണ്, ഭയങ്കര സ്നേഹമുള്ളവരുമാണ്. പക്ഷേ ആ സമയം ഇംഗ്ലണ്ടിലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പാർട്ടി മൂഡ്, കുറച്ചുകൂടെ ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരിതാണ്. പക്ഷേ ഇവിടുത്തെ സ്കോട്ട്ലൻഡിലെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ നാഷണൽ ആനിമൽ, സ്കോട്ട്ലൻഡിൻ്റെ നാഷണൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കോട്ട്ലൻഡിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴോ വായിക്കുമ്പോഴോ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡിസ്ക്രിപ്ഷൻ സ്കോട്ട്ലൻഡ് മിസ്റ്റിക്കലാണെന്ന്. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാരുടെയും അവരുടെ മിത്സും ഇവരുടെ ലെജൻസിൻ്റെയും ഒക്കെ പ്രത്യേകത തന്നെയാണ്. അപ്പം ഇവിടുത്തെ നാഷണൽ ആനിമൽ എന്ന് പറയുന്നത് യൂണിക്കോണാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദി ആനിമൽ എക്സിസ്റ്റ്, ഇറ്റ്സ് ബിക്കോസ് ദേ ബിലീവ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് മിസ്റ്ററി. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ സെക്കൻഡ് മോസ്റ്റ് ഫേമസ് ആനിമൽ എന്ന് പറയുന്നത് ഹാഗിസ് എന്ന് പറഞ്ഞൊരു ആനിമലാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പം ഇപ്പോൾ യൂണിക്കോൺ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ ഹാഗിസ് എന്ന് പറഞ്ഞൊരു ആനിമലിനെ കുറിച്ച് ഗൂഗിൾ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഒരു വിയേർഡ് ലുക്കിംഗ് ക്രീച്ചറാണത്. പക്ഷേ അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മോസ്റ്റ് ഫേമസ് ആനിമൽ ഏതായിരിക്കും? നാഷണൽ ആനിമൽ ടൈഗറാണ്.
സെക്കൻഡ് മോസ്റ്റ് ഫേമസ് ആനിമൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള എന്തെങ്കിലും തന്നെയായിരിക്കും. നമ്മുടെ നാട്ടിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആനിമൽ ആയിരിക്കും. സംതിങ് യു ആർ പ്രൗഡ് ഓഫ്, ഓൺലി വി ഹാവ് ദിസ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോസ്റ്റ് ഫേമസ് ആനിമൽസ് എന്ന് പറയുന്നത് ആർ ആനിമൽസ് ദാറ്റ് ഡോണ്ട് എക്സിസ്റ്റ്. ബട്ട് ദാറ്റ് കൈൻഡ് ഓഫ് സമ്മറൈസസ് ലൈക്ക് what Scotland is about, the mystery and the history of Scotland. ഈ NC500 റോഡ് ട്രിപ്പിൻ്റെ വീഡിയോസ് ഞാൻ അപ്കമിങ് ഡേയ്സിൽ ഒരു സീരീസ് പോലെ പോസ്റ്റ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ സമയവും ഇതൊക്കെ അനുസരിച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് എന്തായാലും ഇടുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പറ്റുന്നവരൊക്കെ ഈ NC500 എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഇതൊരു മസ്റ്റ് ട്രൈ ഒരു റോഡ് ട്രിപ്പ് തന്നെയാണ്. ഈവൻ ബൈക്കേഴ്സിനൊക്കെ ബൈക്കിങ്ങും ഡ്രൈവിങ്ങും ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റോഡ് ട്രിപ്പാണിത്. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഗൈസ്. താങ്ക് യു വെരി മച്ച്.